പറഞ്ഞോ. സുഖമായിട്ടിരിക്കുന്നതാണ്. നല്ല സുഖമായിട്ടില്ലാത്തോണ്ട് ഞാനും പോയി ഇതെല്ലാം കെയർ ചെയ്ത് നോക്കിയാട്ടോ. ഒരു കുറവ് പോലും നമ്മുടെ ഒരാൾക്ക് വരുന്നിട്ടില്ല. അണ്ണൻ ചോദിച്ചു അണ്ണ ഇല്ലാതെ മീറ്റിംഗ് വിളിച്ചു ഞങ്ങള്. ഒരു സെക്കൻഡ് ശരിയാടാ, ഇവിടെ സീറോ ആക്കിയിട്ട് ഞാൻ അടിച്ചാ പോരായിരുന്നോടാ. ഞാൻ എന്തിനാണ് അത് ടൈപ്പ് ചെയ്തേ? എന്നാലും പോത്തില്ല. പിള്ളേർക്ക് ഇച്ചിരി റെസ്പെക്ട് കുറവുണ്ട്. എന്താടാ കേട്ടില്ല? മംഗലശ്ശേരിയിലെ പിള്ളേർക്ക് നമ്മളോട് ഇച്ചിരി റെസ്പെക്ട് കുറവ്. മീറ്റിംഗ് ഒക്കെ വിളിച്ചപ്പോ അവന്മാർക്ക് ബുദ്ധിമുട്ടെന്നൊക്കെ. എനിക്കിപ്പോ അവരോടുള്ള റെസ്പെക്ട് കൂടി. അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അവരോടുള്ള റെസ്പെക്ട് കൂടി. എടാ ഞാൻ കാര്യം പറയട്ടെടാ, എടാ ഈ ബോസ് ലോക്കറിൽ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല, ഈ പൈസ ഒന്നും. ബ്ലാക്ക് മണി ബാങ്കിലിടാൻ പറ്റുമോ? ബാങ്കിലിട്ടാ പിന്നെ എങ്ങനെ ബ്ലാക്ക് മണി ആവും? ബട്ടറാണോ അപ്പാ നിങ്ങള്? മന്ദാരം ഒന്ന് വരുമോ? മന്ദാരം എടാ മന്ദാരത്തിൽ ഒന്ന് താഴെ ഇറക്കൂടാ. അണ്ണാ ബ്ലാക്ക് മണി എന്റെ തന്നാ മതി അണ്ണാ, ഞാൻ സൂക്ഷിക്കാം. ഓ അയ്യോ, ഒത്തിരി ബുദ്ധിമുട്ടല്ലേ? എനിക്കത് ബുദ്ധിമുട്ടാണ്. അണ്ണാ അടിക്കാൻ പോകുമ്പോ അതൊന്നും വെച്ച് പോകണ്ടെങ്കിൽ അന്നേരെ കളയുന്നില്ല ഞാൻ ഇട്ടോളാം. മന്ദാരം ഒന്ന് താഴോട്ട് വന്നേ ഈ ഹെലിപ്പാഡിലോട്ട് വന്നേ. പലേറ്റല്ലോ സാഗുര് സ്വന്തമായിട്ട് ബാങ്ക് ഒക്കെ മേടിച്ചാ? ഒരാൾക്ക് 1000 കോടി വരെ ലോണും കൊടുക്കും. നമ്മുടെ അക്കൗണ്ടിൽ TV എന്ന് പറഞ്ഞിട്ട് അതിലിട്ടാ മതി. ഞാൻ വരുന്നു. ഞാൻ ഇവിടെ പലരോട് വരണം. ഇപ്പൊ പലവട്ടാണെ പെട്ടെന്ന് കേറി കണ്ണാപ്പി കേറി കേറിയല്ലോ. സബ്ഗുരുവിന്റെ ബാങ്കിലോട്ടാണോ വന്നത്? എനിക്ക് കാണാപ്പാടാ സബ്ഗുരുവിന്റെ ബാങ്ക്. അതെങ്ങനെയാണ് പലേറ്റ് പോലെ കപ്പിളല്ലേ? കപ്പിളൊന്നും ഇല്ല. TV ഒക്കെ ആയിട്ട് മരിച്ചു കിടന്ന ഒരാളെ. TV സത്യം, എല്ലാ വാറിലും TV ക്ക് വേണ്ടി മരിച്ചു കിടന്നിട്ടുണ്ട്. എത്ര വട്ടം TV ക്ക് വേണ്ടി നീ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ ഇതില് പിഴവ് വെച്ചെണ്ണ അറിയാലോ. മാമൻ ചെറുതായിട്ടൊന്ന് മാമന്റെ കൈപ്പിഴവ് കാരണം 14 ദിവസം ആൾക്കാര് പറയുന്ന 14 ദിവസം വേണമെന്നായിരുന്നു. ലവന്മാരാട്ടാ. അപ്പൊ ലവന്മാരാട്ടാ. അതിനെന്താ അമ്മമാർക്ക് വിദ്യ കളിക്കണ്ടേ? നമ്മുടെ തുമ്പിക്കൈ വീശി എറിഞ്ഞ നമ്മുടെ വണ്ടിയിലോട്ട്. അണ്ണ ഇത് കേൾക്കണ, ഞാൻ ഇതെങ്ങനെ മറക്കണോ അണ്ണൻ പറഞ്ഞു തരണം. എനിക്കിത് ആരോട് പറഞ്ഞിട്ട് എല്ലാരും ചിരിക്കുവാണ്. അണ്ണാ ഞാൻ ഒരു ദിവസം അപ്പുറത്ത് മാന്യമായിട്ട് കയറി വേറെ സിറ്റിയില്. അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ഈ മാന്യമായിട്ട് കേറി അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം എന്താന്ന് പറ. ആ പ്രശ്നം എന്താ വെച്ചാല് അവന്മാരെ ആരും അടിച്ചു വന്നേതോ ഗ്യാങ്. അപ്പൊ ഞാൻ അവിടെ ചുറ്റ് കിടക്കുന്ന അവന്മാരെ പറ്റിച്ചൊന്ന് പോയി. പിന്നെ വേറൊന്നും പറഞ്ഞില്ല, കഴിവില്ലടാ പൊണ്ണാളെന്നൊക്കെ വിളിച്ച് അല്ലെ വേറൊന്നും ഞാൻ പറഞ്ഞില്ലടാ. ഇതിന് ഭേദം എനിക്ക് വന്നാ മതി, കിളക്കാൻ പോകുന്ന ഭേദം അങ്ങനെയൊക്കെ കുറച്ച് ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അത് അമ്മമാർക്ക് ആ സിറ്റി എടാ ആ സിറ്റിയിൽ എന്ത് വേണോ ചെയ്യണ. അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ ഞാൻ പിറ്റേ ദിവസം അല്ല അന്ന് തന്നെ രാത്രി ഇവിടെ കയറി മലയില് ഞാനും ബോബോയും കൂടെ നിൽക്കുമ്പോഴേ അവന്മാര് കയറി ഒരു 6 അംഗ സ്ഥലം കയറി വന്നിട്ട് എന്നെ അടിച്ചു വന്നിട്ട് തള്ളക്കി പിടിച്ചിട്ട് പോയണ. ഇത് ഞാൻ എങ്ങനെ മറക്കണ്ട. അതൊക്കെ ഡിസേർവ്ഡ് ആണ്. ഞാൻ കാര്യം പറയട്ടെ, നീ TJ ആയിട്ട് വല്ല വള്ളി എടുത്തോ? അണ്ണാ ഞാനായിട്ട് എടുത്തില്ല അണ്ണാ, ഞാൻ പറഞ്ഞുതരാം. മിനിഞ്ഞാന്ന് ബോബോയ് അവിടെ മാന്യമായിട്ട് ഒരുത്തനോട് സംസാരിച്ചോണ്ടിരിക്കുക.
വേറൊരുത്തരുത് മാന്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാം. പാട്ടൊക്കെ പാടുന്നൊരു പേരുണ്ട് മാക്ക് എന്ന് പറഞ്ഞ മാക്കിനോട് സംസാരിക്കാം. അപ്പൊ ഇവൻ പറഞ്ഞ ഈ മറ്റേ ഒരുത്തം വന്നിട്ട് എന്തോ ബോബോ എടുത്ത് കൊണച്ച് ബോബോ കയറി തിരിച്ച് അതേപോലെ പറഞ്ഞ ചില നാണമില്ലാത്തവൻ പറഞ്ഞ കണ്ടവന്റെ സാമാനത്തിൽ കൈയിട്ട് ഇളക്കാൻ വരുമെന്ന് പറഞ്ഞു ബോബോയ്. ഇവൻ കൊണച്ചപ്പോഴത്തേക്ക് അതായത് വെറുതെ നിന്നിടത്തോട്ട് ടി ജെ വന്നോ? അങ്ങോട്ട് ടി ജെ വന്ന് ബോബോ എടുത്ത് കൊണച്ച് അന്ന് സബ്സിഡി റേഡിയോ ചോദിച്ചു ബോബോയ് കൊണച്ചപ്പോ ബോബോയ് തിരിച്ചു കൊണച്ചു. സത്യമാണോ? അപ്പൊ ഞാൻ ഇന്നലെയാണ് ഞാൻ വണ്ടിയുമായിട്ട് ബീച്ച് സൈഡിൽ പോയതാണ്. ബീച്ച് സൈഡിൽ പോയപ്പോഴത്തേക്ക് ചില പട്ടികൾ കുറയ്ക്കാൻ പറ്റുന്നുണ്ട് മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വണ്ടറാണ് ഷൗട്ട് ഇട്ടിട്ടാ പറഞ്ഞത്. എനിക്ക് വരെ കേൾക്കാം. ഞാൻ 50 മീറ്റർ അപ്പുറം ഞാൻ വരെ കേട്ടു. ഞാൻ ചെറുതായിട്ട് 2 കൊട്ട കൊടുത്ത് എന്ത് ആനയുടെ ഓരോരോ കാര്യങ്ങളെ ആനയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവന്മാർക്കത് പിടിച്ചില്ല. അതെ ചെറുതായിട്ട് വലുതായിട്ടൊന്നും പറഞ്ഞില്ലാണ്. അടുത്ത സിറ്റിയിൽ പൂരമുണ്ട് കൊമ്പനെ 5 ദിവസത്തേക്ക് വാടകയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. വേറെ ഒന്നിനെ പറഞ്ഞാ എത്ര പറഞ്ഞത് അതിനമ്മ റേഞ്ച് ഉണ്ടായിരുന്നത് കൊമ്പനെന്ന് പറഞ്ഞു ആനയാണോ അമ്മ ആളാനയാണോ അവനെ ഇവിടെ അവനെയല്ലേ പറഞ്ഞത് ആനയല്ലേ വിടാറുണ്ട്. ഇതിലൊക്കെ കയറി ചൂടാവട്ടെ ഇതിട്ട് സഹിച്ചൊക്കെയാണല്ലോ എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ എങ്ങനെ പറ്റണടാ കണ്ണാവി നിനക്ക്? പിന്നെ എന്റെ കയ്യിൽ നിന്ന് പോയണ്ട മറ്റേ പഴയതേ Being Kannapi is so hard. ഞാൻ പിന്നെ ഇതൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എനിക്കാണ്. പലയിട്ടം എവിടെയാ? പലവട്ടം പുതിയ മാപ്പിലോട്ടൊരു വഴിയുണ്ട് അവിടെ ബാങ്കിന്റെ പടം അവന്മാരോട് ചോദിക്കണ്ട ഞാനില്ല വണ്ടിയില് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ഷുട്ടുമണിയാ പുതിയ മാപ്പിലോട്ട് കയറി റൈറ്റ് അവിടുന്ന് വണ്ടി കയറി വന്നുണ്ടോ ബാങ്കിന്റെ പടം ആദ്യത്തെ വരട്ടെ. എവിടെ ബാങ്ക് എവിടാ? ഇവിടുത്തെ റൈറ്റ് അവര് കണ്ടില്ലേ നേരെ വെച്ചോ. കണ്ണാപ്പി എനിക്ക് കാര്യം പറയാനുണ്ട്. എന്തുവാ ഷുട്ടുമണി? നീ എന്റെ ഷുട്ടുമണി അല്ലടാ. അയ്യേ അണ്ണന് ഇതൊക്കെ എന്നെ വിളിക്കല്ലേ അണ്ണാ. പിന്നെ ഹലോ എന്താ മച്ചാ? അല്ലല്ല ഞങ്ങള് ബാങ്ക് വരെ പോകണം. ഓൾറെഡി സിറ്റുവേഷൻ അല്ല ബ്രോ, KVP സിറ്റുവേഷൻ അല്ല. അല്ലല്ല അകത്തെ വേറെ ഇത് നടക്കുന്നു കൺസൈൻമെന്റ് എന്താ ചോദിച്ചത്. ബാങ്കിൽ കയറാൻ നടക്കൂലേ പറ്റൂലേ? അവനാണല്ലോ കോടതി. എന്താ അറിയാവുന്ന പിള്ളേരല്ലേ റൈനോ പറഞ്ഞോട് പുതിയ ഗ്യാങ് സിറ്റിയിലെ റൈനോ. അതാ വണ്ടിയുടെ പേരാടാ. അല്ലല്ല റൈനോ എന്നാണോ പറഞ്ഞ ഗ്യാങ്ങിന്റെ പേര്. കാട്ടാടറക്കാൻ പുതിയ ഗ്യാങ് വന്നാ റൈനോ. നീ വേറെ ആരുടെത്തേലും പോയി പറഞ്ഞാ മതി. നമുക്ക് ഹൈനെ എന്നൊക്കെ പേരിട്ടേക്കുന്ന പോലെ ഒരു വണ്ടിയുടെ പേരാ അത്. റൈനോസേഴ്സ് പുതിയ ഗ്യാങ് ആണ്. RVP എന്താ പേര്? എന്റെ ചാറ്റിൽ സ്പാം വരുന്നുണ്ട്. CP ആണ് ആ ഗ്യാങ്ങിന്റെ പേര്. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടിത്തരം പറയാൻ പറ്റണേ? എടാ ഞാൻ തത്സമയമല്ലേ അറ്റ്ലീസ്റ്റ്. ലവ്മാരാണ്. ചുണ്ണിപ്പട ചുണ്ണിപ്പടനെ. എടാ ഒരു ശത്രുത ഇല്ലാത്തവന്മാർ ഈ ലൈവ് കണ്ട അവന്മാർ ശത്രുതയുണ്ട് നല്ല കള്ളന്മാരാ. ഇപ്പൊ ബ്രോ CP-യിലുള്ളവരോട് ക്ഷമിക്കണേ എന്റെ അടുത്ത് ദയവ് ചെയ്ത്. ഈ ഷുട്ടുമണി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വേറെ ഷുട്ടുമണി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാ വയ്യാതിരിക്കുക. ഷുട്ടുമണി കാണിച്ചു തരട്ടെ. ഷുട്ടുമണി വയ്യ ഞങ്ങക്ക് വയ്യ. ഈ ഷുട്ടുമണിക്ക് വയ്യാതിരിക്കുക. ഈ ഷുട്ടുമണിക്ക് വയ്യാതിരിക്കുക ഞങ്ങളുടെ ഷുട്ടുമണിക്ക്. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കടാ. ക്യാമില് നോക്കടാ.
കൊണ്ടുപോക്കേടാ AC വെക്കണ്ട. ഹലോ ഹലോ ഹലോ, ആ അതെ ഞാൻ ഷുട്ടുമണി എടുത്തിരുന്ന് പോയതാണേ. അതെന്താണ് ചുറ്റുപടി ആരാണ്? അല്ല എന്റെ ഷുട്ടുമണി ഇവിടുത്തെ ദേവുട്ടൻ. ഓ നമ്മള് ദേവോട്ട് വേണോണ്ണാ. എവിടെടാ ബാങ്ക് എവിടെടാ? നേരെ 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 ഉണ്ട് നേരെ. അയ്യോ ക്യാം വലുതായി പോയില്ലേ. അണ്ണ അടുത്തോട്ടിന്നല്ല അണ്ണ ഹാറിലല്ല ഹാറിൽ. എവിടെടാ എവിടെടാ എവിടെടാ? ബാക്കിൽ 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 ബാക്കിൽ. റൈറ്റ് റൈറ്റ് നേരെ നേരെ നേരെ. ആ ഡോളറിന്റെ ഒക്കെ കാണിക്കാനാണോ? അതന്നെ അതന്നെ അതന്നെ. എന്നാ സബ്ഗുരു ബാങ്ക് ഒക്കെ നോക്കിയാറിഞ്ഞു 34,000 കോടിയാണ് ആ റാസ്തി. അണ്ണനെ കാണിക്കാൻ പബ്ബൊക്കെ കൊടുക്കും. ഇതൊക്കെ ചുമ്മാ ഇതിലേക്ക് ആവശ്യമുണ്ട്. 34,000 കോടിയോ? ആ 34,000 കോടി. ഇത് എങ്ങനെ ഗ്രൈൻഡ് ചെയ്തു പുള്ളി? പുള്ളി രാവിലെ തൊട്ട് ഇപ്പൊ ട്രക്ക് ഓടിക്കാറുണ്ടല്ലോ, ലോറി അടിക്കുന്ന പരിപാടി. പുള്ളി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലോറി അടിക്കും. എടാ ഇതാണ് ഇവിടെയാണ് ഇടുന്നേ? ആ ഇത് എവിടെ എവിടെ? തുടങ്ങിയെന്ന് പറയാ. ഒരു പാട്ട് പാടുന്ന ഒരു പാട്ടുകാരനുണ്ടോ? ഞാൻ അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന മുതുക്കില് ഒരു പ്രശ്നമില്ല. ഞാനും അവന് സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു വണ്ടി വാണിംഗ് എന്ന് പറഞ്ഞ് നേരെ കൊണ്ട് നിർത്തുന്നു. അതിന് ചുമപ്പിൽ എഴുതി കാണിക്കുന്നു വാണിംഗ് എന്ന്. ഞാനെന്ന് പേടിച്ച് എന്നാലും ഇറങ്ങി വന്നിട്ട് എന്നോട് പറയാണ് ഇതവിടെ ഇവിടെ ഒരു പട്ടി കരയുന്ന പോലെ രണ്ടവന്മാര് കരയുന്നുണ്ട്, ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. ഞാൻ എങ്കിൽ കേറി വന്നപ്പോ ഞാൻ പറഞ്ഞ കണ്ടവരുടെ കുടുംബത്തിൽ ഒളിഞ്ഞു നോക്കാൻ കുറെ പട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തിരിച്ചു വണ്ടി കയറി പോയി. അത് അവന് ഫീലായി. അവിടെ കരഞ്ഞോണ്ട് വണ്ടിയിൽ എന്തൊക്കെ വിഷമൊക്കെ പറഞ്ഞ് പോണേ ഞാൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞടാ വന്നപ്പോഴേ വെറുതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി സിറ്റുവേഷൻ എടുക്കണം. അമ്മമാർക്ക് അവിടെ കളിക്കട്ടെ വരും. അതെ നമുക്ക് എനിക്ക് കണ്ടപ്പോ ഒരു ചെറിയൊരു ഇതുണ്ടോ. നമ്മളൊരു വേറൊരു സിറ്റി പോയി കഴിഞ്ഞപ്പോ ഇവന്മാര് ഇവിടെ വന്ന് നമ്മളെ അവിടെ പോയി നല്ലതല്ലല്ലോ ചെയ്തത്. പോയി എന്നാലും അവിടെ തീർക്കേണ്ടതാണ് അവന്മാര്. ഇതിപ്പോ ഒന്നാലോചിച്ചാണ് ഇതിപ്പോ ഇന്റർസ്റ്റേറ്റ് വലിയ വള്ളി പോലെ എങ്ങനെയാണ് ഇവിടെ വന്ന് നമ്മൾ എന്തൊക്കെ വിളിച്ചെന്ന് പോകുന്നു. എന്നെ വന്ന് അടിച്ചു കൊന്നിട്ടാണ് പഞ്ചവര തള്ളി വിളിച്ചിട്ട് പോയാണ്. ഫീൽ ആഡ്ബ്രോക്കാണ് ഇത്. നമുക്കൊന്ന് വിളിക്കണം. ഞാൻ വിളിക്കൂല, ഞാൻ വിളിച്ചാ പുറത്തിരിക്കാം. മനസ്സിലായോ? ഇല്ല ഞാൻ വിളിക്കൂലേ. മറ്റേ തത്സരത്തിൽ വിളിച്ചോളാം. TV ലൊക്കേഷനാ. ലൊക്കേഷൻ ചോദിക്കാൻ ഞാൻ വലിയ മാസത്തിലൊക്കെ പറഞ്ഞായിരുന്നു. നീ കാണാനേ ലൊക്കേഷൻ പറയാൻ ഞാൻ പറഞ്ഞു. ലൊക്കേഷനാ ഇപ്പൊ അടിയായോ? ഇത് അടിയായി ലൊക്കേഷൻ ചോദിക്കണം. ഇവിടെ വാറ കിടക്കുമ്പോ പൂച്ചാണ്ടി നിയമപരിപാടി തോന്നിവാസം വിളിച്ചു പറയല്ലേ. ലൊക്കേഷൻ ചോദിക്കണം. എല്ലാരും വന്നേ. എടാ ഇവിടെ ചുമ്മാ നടന്നാ പോരെ, മാപ്പിൽ ഓടാവുമല്ലോ. ഇനി വേറെ ചെയ്യണ്ടല്ലോ. നമ്മുടെ വണ്ടിയിലുള്ള എല്ലാരും കേറ്. എടാ എന്നെ കൂടെ ഹെലിയിൽ കൊണ്ടുപോ. എനിക്ക് ഹീലിങ്സ് ആർമറൊക്കെ എടുക്കണം. എന്നാ ആരുടെ കാർ എടുത്ത് പോ. എന്റെ കാർ എടുത്ത് നോക്കും. എടാ ഈ ഹെലി എന്നോട് കേട്ടോ ഒരു. എടാ ഇത് അറിയാവുന്ന നല്ല ഓടിക്കണം. ഞാൻ ഓടിക്കാം. ആരാ ഓടിക്കുന്ന? ഹലോ അടാ ഞാൻ തന്നെ. ഒരു പ്രശ്നമില്ല. വേണ്ട കണ്ണാപ്പി, നീ എന്തായാലും ഓടിക്കണ്ട. ഈ കൂട്ടത്തില് ഇത് അറ്റ്ലീസ്റ്റ് കൈ കൊടുക്കാൻ എനിക്ക് ധൈര്യമുള്ള അവൻ മാത്രമല്ല. അവൻ ഓടിച്ചോട്ടെ. ഇല്ല കുഴപ്പമില്ല, ഇനിയിപ്പോ കുഴപ്പമില്ല. എന്തായാലും വണ്ടി എടുത്തില്ല. ഗ്രാഫിക്സ് കൂട്ടുന്നല്ലേ നല്ലത്. ഓർമ്മ പോയാന്നല്ല 2 മാസമായിട്ട് ഓർമ്മയൊന്നും ഉണ്ടായില്ലല്ലോ. ഓർമ്മയില്ല. എനക്ക് അച്ഛനെ വരെ വെരി ഹൈ ആണ് എല്ലാം. കണ്ണാപ്പി ഇത് OG RP കാശുവല്ലോ തരുന്നുണ്ടോ അവൻ? എത്ര നിനക്ക് തരുന്നേ? ഇത് എന്റെ പേര് അവന്റെ ലൈവിൽ ഇടാൻ നിനക്ക് എത്ര രൂപ തരണം? എന്ത് പെരുക്കാടാ SRK വന്നേടാ. ഇത്
ഞാനല്ല റോഡ് ഉണ്ടാക്കിട്ടേക്കുന്നത്. നിനക്ക് ബുദ്ധി ഇല്ലടാ സാർക്ക്. താഴെ കൂടെ പോടാ, ലോ ഗ്രൗണ്ട് പോടാ. ഇത്ര ഹൈ ഗ്രൗണ്ട് പോയ സ്പീഡിൽ പോത്തില്ല. അത് മല ഉണ്ടായോണ്ട് പൊക്കിയതല്ലേടാ കണ്ണാ. ഇല്ല, നമുക്ക് ഗ്യാങ് ഹൗസിന്റെ ഇങ്ങോട്ടല്ലേ പോണ്ടേ. താഴത്ത് എത്ര പേരായി? 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 വണ്ടി താഴെ ഇറങ്ങണം. ഞാൻ ചാടുവേ ചാടുവേ ഞാൻ ചാടുവേ, സത്യം ഞാൻ ചാടുവേ. വണ്ടി ഇറക്കില്ല നീ ഇപ്പൊ തന്നില്ലാത്താനെ. വണ്ടി ഇറക്കില്ല നീ തന്നില്ലാത്താനെ. വണ്ടി ഇറക്കില്ല തന്നില്ലാത്താനെ അവനെ. അവന് ക്രെഡിറ്റ് ആയിട്ട് അവന് ഇരിക്കുമല്ലോടാ. ഇറക്ക്. ആ ഓവേ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പൊ ഓടിച്ച് കാണിച്ചു കൊടുക്കാം. നീ എന്താണ് നീ എന്തേ അറിയാത്ത പണിക്ക് എലിയൊക്കെ എടുക്കാൻ പോന്നേ? നീ സാറിന് വണ്ടിക്കകത്ത് ഡ്രൈവറായിട്ട് ഇരിക്കുന്നില്ലേ? ആ ഇറങ്ങ മൂലക്കയില് ഒതുക്കി ഇരിക്കാൻ നോക്കി എന്റെ എത്താർക്ക്. ചുമ്മാ അറിയാത്തൊരു പണിയും ചെയ്യും. സ്വാമിയേ ശരണമയ്യപ്പ. കേറ് അവര് പറപ്പിക്കലെങ്കിൽ പറപ്പിക്കണേ. അടി പോകുറ്റിയേ. എവിടെയും കൊണ്ട് മറിക്കട്ടെ, അന്നേരേ ഉള്ളു. എവിടെയും കൊണ്ടുപോയി മറിക്കട്ടെ. കണ്ണലിന്റെ അടിക്കോടെ അണ്ണന് സ്കില്ല് കാണിച്ചു കൊടുക്കണ്ട. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം, വാറിന് പോകാനുള്ളതാ. അവര് കിടന്ന് ലൊക്കേഷൻ ചോദിക്കുന്നത് ഡിലേ ആക്കിയ സീനാവും. ഞാൻ പറഞ്ഞേക്കാം. ഇല്ലണ്ണ അവൻ അറിയണ്ട. അവൻ ആ ടണലിന്റെ അടിക്കൂടെ പോയാൻ അറിയാം. കണ്ണാപ്പിയെ അണ്ണ എന്താ പറയണ്ണ? അവൻ അറിയണ്ണ. അതെന്താണ് അവനും ഇല്ലണ്ണ സ്കില്ലൊക്കെ പുറത്ത് കാണിക്കണമെന്ന് ഒരാഗ്രഹം. അണ്ണാ പറയണ്ണ. ഇത് കഴപ്പെന്ന് പറയാം. അണ്ണ പറയണ്ണ. പറയണ്ണ പെട്ടെന്ന് പറ. എടാ അത് എന്റെ പൊന്ന് കണ്ണാപ്പി, ഒന്ന് ഗ്യാങ് ഹൗസിൽ പോടാ പ്ലീസ്. എടാ ഞാൻ പറയണത് ഒന്ന് കേക്കടാ. എടാ 3 പേര് അധികമാണ്. ആ ഈ വണ്ടിക്കകത്തൊരു 3 പേരുണ്ടല്ലേ. ആ കൂടുതലാണ് എത്താറൊക്കെ. അപ്പൊ നീ കുഴപ്പമില്ല. ബോബോയ് ആള് കൂടുതലാണ്. ബോബോയ് അണ്ണ കേക്കുന്നില്ലല്ലോ അണ്ണ. അണ്ണ എന്തെങ്കിലും പറയുന്നുണ്ടോ അണ്ണ? അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂടാ വാറിന്. അയ്യോ അവര് ലൊക്കേഷൻ ചോദിച്ചായിരുന്നു കേട്ടോ ചാത്തി. ആ അതാ പറഞ്ഞ ഞങ്ങൾ ഇതാ വന്നോണ്ടിരിക്കുന്നു. ഗ്യാങ് ഹൗസിലോട്ട് വരുന്നത് ഇപ്പൊ എത്തും. എടാ എല്ലാരും ഗ്യാങ് ഹൗസ് വന്നടാ. ഗ്യാങ് ഹൗസ് വന്നടാ. പോലീസ് സക്സസ്ഫുള്ളി എന്താണ് ഉണ്ടായേ? അയ്യോ ഇതാരാ? ചന്ദ്ര ബോസ്. ഉറങ്ങി എണീറ്റപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? അണ്ണന് സുഖമല്ലേ? ചന്ദ്ര ഒന്ന് ചുമച്ചേ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചുമച്ചേ. ഇതത് തന്നെ അണ്ണന് സുഖമല്ലേ? എനിക്ക് സുഖമാണ്. പാറയിട്ടാണോ വള്ളിയായിട്ടാ? വള്ളി KVP. നീ റെസ്റ്റ് എടുക്ക്. കളിക്കട്ടെ റെസ്റ്റ് എടുക്ക്. കളി അണ്ണൻ കളി. ഓക്കെ സ്നേഹത്തോടെ കൊടുത്താടാ ഞാൻ. സ്നേഹത്തോടെ വാങ്ങിച്ചതല്ലോ. ചന്ദ്രന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു എനിക്ക്. എന്തിനാന്ന് ചോദിക്കേ. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇടാൻ.